നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോൾ ചിലപ്പോൾ ക്രൂരമായി മാറാറുണ്ട്. അത് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് അടുത്ത 2-3 വർഷത്തേക്ക് ടോപ്പായിട്ട് നിൽക്കുക എന്നുള്ളതല്ല. 10-15 വർഷക്കാലത്തേക്ക് ടോപ്പായിട്ട് തുടരാൻ പറ്റണം. ടാലൻറ്റ് നിങ്ങളെ ഒരു പക്ഷേ കരിയറിൻ്റെ തുടക്കത്തിൽ സഹായിച്ചേക്കും. എന്നാൽ മെൻറ്റാലിറ്റിയാണ് ഏറ്റവും പ്രധാനം. അത് ടോപ്പാവാനല്ല, ടോപ്പായി തുടരാനാണ്. പറയുന്നത് റോബർട്ട് ലെവൻഡോസ്കിയാണ്. ഈ ഉപദേശം കൊടുക്കുന്നത് ലാമിൻ യമാലിനോടാണ്. യമാലിന് കൃത്യമായിട്ടുള്ള വാർണിംഗ് അദ്ദേഹം കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. വളരെ വിശദമായിട്ട് തൻ്റെ ടീമിലെ യുവ സൂപ്പർ താരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ താരത്തോടുള്ള ഇഷ്ടവും മറ്റുമൊക്കെ വളരെ കൃത്യമായിട്ട് പ്രകടമാണ്. നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ വലിയ ടാലൻ്റൊക്കെ പറഞ്ഞിട്ടുള്ള പലരും പിന്നീട് ഒന്നും ആവാതെ പോയിട്ടുണ്ട്. വലിയ ടാലൻ്റൊക്കെ ആയിട്ടും പിന്നീട് കരിയർ നല്ല രൂപത്തിൽ അവസാനിപ്പിക്കാൻ പറ്റാതെ ഒരു ബാലൻ ഡി'ഓർ പോലും കിട്ടാതെ ആയിപ്പോയവരുമുണ്ട്. സോ അതൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നമ്മൾ കാണേണ്ടത്. ESPN അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ goal.com അടക്കമുള്ളവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോകാം. യമാലിനെ കുറിച്ച് പറയുകയാണ്. ഒരുപക്ഷെ ബാലൻ ഡി'ഓർ ലഭിക്കാം ഭാവിയിൽ. യെസ്, ഫോർ ഷുവർ കിട്ടും. അത് അദ്ദേഹത്തിൻ്റെ മികവ് വെച്ച് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ പലപ്പോഴും താരങ്ങളെക്കുറിച്ച് വളരെയധികം നന്നായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ചിലപ്പോൾ നമ്മൾ ഒരാളെപ്പറ്റി നന്നായിട്ട് സംസാരിക്കും, പക്ഷേ പിന്നീട് കാര്യങ്ങൾ മോശമായിട്ട് പോവാറുണ്ട്, ഫെയിലായിട്ട് പോവാറുണ്ട്. ലാമിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയിട്ടുള്ള കാര്യമാണ്. ലാമിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അവനിപ്പോഴും 17 വയസ്സാണ്. എന്നാൽ അവൻ കളിക്കുന്നതോ ഒരു 25-26 വയസ്സ് പ്രായമുള്ള ആളെപ്പോലെയാണ്. കളിക്കളത്തിൽ അവൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഒരു യങ്സ്റ്റർ കളിക്കുന്ന പോലെയല്ല നമുക്ക് അവനിൽ നിന്ന് കളി കാണാൻ പറ്റുന്നത്. ഞാൻ അവൻ്റെ ടാലൻറ്റിനെ കുറിച്ച് വിശദീകരിക്കാൻ പോകുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാം അവൻ്റെ ടാലൻറ്റ് എന്താണ് എന്നുള്ളത്. പക്ഷേ എങ്ങനെ വളരുന്നു എന്നുള്ളതാണ് പ്രധാനം. ഭാവി എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനം. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഭാവി എന്ന് പറയുമ്പോൾ 2-3 വർഷത്തേക്കുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, മറിച്ച് അടുത്ത 10-15 വർഷത്തേക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൻ്റെ ചുറ്റുമുള്ള ആളുകൾ അവന് വളരെ വേഗത്തിൽ വളരുന്നത് തടയണം. അതായത് കളിക്കളത്തിലെ കാര്യമല്ല, പുറത്തുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കാനുണ്ട്. ഫുട്ബോൾ ചിലപ്പോൾ ബ്രൂട്ടലായി മാറാറുണ്ട്. അതിന് നമ്മൾ പ്രിപ്പയർഡായിരിക്കണം. എനിക്കുറപ്പുണ്ട് അവൻ്റെ വഴി ഏറ്റവും ബെസ്റ്റായത് അവനെ സഹായിക്കാൻ അവന് ആളുണ്ട് എന്നുള്ളത്. അങ്ങനെ നല്ല രൂപത്തിൽ പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതാണ് അവൻ്റെ ജോബ്. പക്ഷേ അത് അടുത്ത 3-4 വർഷത്തേക്ക് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അവൻ്റെ കൺട്രോളിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. കാരണം ചിലപ്പോൾ നമുക്ക് ടാലൻറ്റ് നമ്മുടെ കരിയറിൻ്റെ തുടക്കത്തിൽ സഹായകരമായേക്കും, പക്ഷെ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ മെൻറ്റാലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മളെ ടോപ്പിലാവാനല്ല, ടോപ്പിൽ തുടരാൻ സഹായിക്കുക എന്ന് ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.